ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരാനാണ്. അതായത് ചില ആൾക്കാർക്ക് സംഭവിച്ചിരിക്കും, അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നിടയിൽ ചില കീസ് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അപ്പോൾ അതേപോലൊരു സംഭവം എനിക്ക് വന്നിരിക്കുകയാണ്. അതായത് ഈ പി എന്നുള്ള ബട്ടൺ എത്ര ഞെക്കിയാലും വരില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കീപാഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു നുറുങ്ങ് വിദ്യ. അപ്പോൾ നിങ്ങൾ ഈ പോയിൻ്റർ നോക്കണേ. അല്ലാദ്യം നമ്മൾ വിൻഡോസിൽ എന്ത് ചെയ്യുക, സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ എടുക്കുക. ആ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈസ് ഓഫ് ആക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈസ് ഓഫ് ആക്സസ് അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ അങ്ങനെ കാണാം എന്തൊക്കെ ഓപ്ഷൻസാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മളുടെ ഞാനൊന്ന് നീക്കുന്നുണ്ട്, എൻ്റെ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല എനിക്ക്. അപ്പോൾ അതിൽ ഇങ്ങനെ കാണാം കീപാഡ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. സോറി, അതവിടെ ഇല്ല, ഈ പെട്ടിയാണ് കീപാഡ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇതാ, ഇത് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്താൽ അലോ ദ ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് കീസ്. ഇതാ, യൂസ് ദ ഓൺ സ്ക്രീൻസ് കീബോർഡ് എന്നുള്ളൊരു സാധനം കണ്ടോ, അത് ഓഫായിട്ട് കിടക്കണം. അപ്പോൾ അത് ഓണാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിവിടെ അങ്ങനെ വരും കണ്ടോ. അപ്പോൾ കീപാഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ കീബോർഡിൽ വിൻഡോസ് +Ctrl+O എന്നുള്ളത് ഞെക്കിയാലും മതി. ഇന്ത്യയിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അത് ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതായത് വിൻഡോസും വിൻഡോസ് കീയും കൺട്രോൾ കീയും ഓ എന്നുള്ള കീയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം വരും. അപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നില്ല, വിൻഡോസ് കീ വർക്ക് ചെയ്യുന്നില്ല. സോ എനിക്ക് പണി കിട്ടി. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏറ്റവും സിമ്പിൾ പരിപാടിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും ചെയ്ത് നോക്കില്ല, കേടുവരാതിരിക്കട്ടെ കേസൊന്നും. എനിക്കിത് പെട്ടെന്ന് കിട്ടിയൊരു പണിയാണ് ഇപ്പോൾ. സോ താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, എന്നാലാണ് നമുക്ക് ഒരുമിച്ച് വളരാം.